ഡോക്ടറെ എംബ്രിയോസ് എല്ലാം ഫ്രീസ് ചെയ്തിട്ട് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. 2010 വരെ ഫ്രഷ് ട്രാൻസ്ഫർ, അതായത് എഗ് എടുത്തു എംബ്രിയോ ആക്കി തിരിച്ച് യൂട്രസിൽ നിക്ഷേപിക്കുന്നു, അതായിരുന്നു നോം. പക്ഷേ ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോം എന്നൊരു കോംപ്ലിക്കേഷൻ വരുവാണെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്യുമായിരുന്നു. ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. 2010 എവിടുന്നോ പെട്ടെന്നൊരു സയന്റിഫിക് ഇൻഫർമേഷൻ വന്നു, ഫ്രോസൺ എംബ്രിയോസ് ആണ് ബെറ്റർ എന്ന്. കുറെ പേരെങ്കിലും ഫ്രോസൺ എംബ്രിയോസിലോട്ട് മാറി, അതായത് സ്ഥിരമായിട്ട് എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിലോട്ട് മാറി. പക്ഷെ 2021 വന്ന വലിയ ഒരു സ്റ്റഡി പറഞ്ഞത് ഫ്രീസ് ചെയ്തിട്ട് മാത്രം എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്നത് യാതൊരു നേട്ടവും അധികമായിട്ടില്ല. മാത്രമല്ല കോംപ്ലിക്കേഷൻസ്, അമ്മമാരിൽ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്, കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലാണെന്ന്. അതുകൊണ്ട് എംബ്രിയോസ് ഫ്രീസ് ചെയ്ത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല. ചെയ്യേണ്ട സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഒവേറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ സിൻഡ്രോമിന്റെ ത്രെറ്റ് ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യണം, ചെയ്തേ മതിയാവൂ. മദർ ഫസ്റ്റ് ഞങ്ങളുടെ പോളിസിയാണ്. പിന്നെ എൻഡോമീട്രിയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം, എൻഡോമെട്രിയോസ് ഉണ്ടെങ്കിൽ ഫ്രീസ് ചെയ്ത് വെക്കാം. അല്ലാതെ എല്ലാവർക്കും ഫ്രീസ് ചെയ്യണം എന്ന് പറയുന്നതിനകത്ത് യാതൊരു ന്യായവുമില്ല.